നമുക്കതിന് അതിലെ വിദ്യാസാഗറിന്റെ പാട്ടുകൾ, കാരണം അതുവരെ മലയാള സിനിമയുടെ ഒരു പാറ്റേൺ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതില് ദിലീപിന് 3 ഇൻട്രോയാണ് അതില് ശരിക്ക്. അതായത് ലാൽ ജോസിന്റെ പറഞ്ഞിട്ടുണ്ട് ആദ്യം കുട്ടിക്കാലം, അത് കഴിഞ്ഞ് മറ്റേ ബില്ലാദനും ബുഷുമായിട്ട് ജഗതി ദിലീപിന്റെ ഒരു ഇൻട്രോ, ഇത് കഴിഞ്ഞ് പിന്നെ ദിലീപിന്റെ സ്വപ്നം കണ്ട് എണീക്കുന്ന വേറെ, അതായത് ദിലീപിന് തന്നെ ആ മാധവന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ ഉണ്ട് ആ സിനിമയിൽ കുറെ. പിന്നെ ആ സിനിമയിൽ കുറെ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ലാൽ ജോസ് പറഞ്ഞ 3-3.25 മണിക്കൂർ ഉണ്ടായിരുന്നു, അതൊന്ന് കുറെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അന്ന് പിന്നെ ഇന്നത്തെ പോലെ ഡിലീറ്റഡ് സീൻസ് യൂട്യൂബിൽ ഇടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ലാൽ ജോസ് ഇപ്പൊ 3 മണിക്കൂർ സിനിമക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കുറവാണ്, പണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്. ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, ചില സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൽ ലാൽ ജോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് 2ാമത്തെ ഷോ കഴിഞ്ഞപ്പോ ആരൊക്കെയോ ദിലീപിനെയൊക്കെ വിളിച്ചു പറഞ്ഞു സിനിമ ഭയങ്കര ലാഗാണ്. അപ്പൊ ഓൾറെഡി ഇവര് കട്ട് ചെയ്തിട്ട് 2.25 മണിക്കൂറായിട്ട് ഇറക്കിയത്. അതിൽ തന്നെ നമ്മളിപ്പൊ കാണുന്ന അതിലെ ഒരു ഫൈറ്റില് കുറച്ച് തമിഴന്മാരെ കൊണ്ടുവന്നിട്ട് കാവ്യമാധവൻ ദിലീപിനെ അടിക്കുന്നത്, അപ്പൊ അത് സലീംകുമാർ അതിന്റെ ഇടയ്ക്ക് വരുന്നു, ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ ആരൊക്കെ ദിലീപിനെ വിളിച്ചു പറഞ്ഞു അതിലെ കുറെ സീൻസ് ഒക്കെ ലാഗാണെന്ന് പറഞ്ഞു. അപ്പൊ ലാൽ ജോസിന്റെ അടുത്ത് ദിലീപ് പറഞ്ഞത് കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ലാൽ ജോസ് കട്ട് ചെയ്യുമ്പോ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ ഓപ്പറേറ്റർ പറഞ്ഞു നിങ്ങൾ ഇതിൽ 1 മിനിറ്റ് പോലും കട്ട് ചെയ്യണ്ട, ഇത് എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യാണ്. ഇയാള് പറയാ ഇത് നിങ്ങൾ ഇതിൽ 10 മിനിറ്റ് കട്ട് ചെയ്താൽ എനിക്ക് അത്ര നേരത്തെ വീട്ടിൽ പോവാം, എനിക്ക് ഗുണമാണ്. പക്ഷെ ഞാൻ പറയണു ഇത് നിങ്ങൾ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്തില്ല. അതെ, ആ സിനിമ അത് 302 ദിവസമോ അങ്ങനെ, അത് 202 ദിവസം അങ്ങനെ എന്തോ ആ സിനിമ അതും നമുക്ക് അടിപൊളിയായിട്ട്